നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി, ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കും. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോഗ്യ ഉപനിഷത്തിലാണ് ഇപ്പോൾ ഡിസ്കഷൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഛാന്തോഗ്യ ഉപനിഷത്തിലെ 4ാമത്തെ ചാപ്റ്ററിലെ 6ാമത്തെ ഖണ്ഡം 1ാമത്തെ ശ്ലോകം. അഗ്നിഷ്ടേ പാദം വക്തോതി സഹ സോമൂതേ ഗാ അഭിപ്രസ്ഥായ യാഞ്ചകാര താ യത്രാഭിസായം ബഭൂവസ്തത്രാഗ്നിമുപാസമാധായ ഗാ ഉപരുധ്യ സമിധമാധായ പശ്ചാദഗ്നേ പ്രാങ്പോപവിവേശ. അഗ്നി നിനക്ക് ഒരു കാൽഭാഗം പറഞ്ഞു തരും. പിറ്റേ ദിവസം അവൻ പശുക്കളെ വീണ്ടും മുന്നോട്ട് നയിച്ചു. വൈകുന്നേരമായപ്പോൾ അവൻ അഗ്നി രൂപീകരിച്ച് പശുക്കളെ കെട്ടിയിട്ട് അഗ്നി ജ്വലിപ്പിച്ച് അഗ്നിയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുന്നു. 2ാമത്തെ ശ്ലോകം. തം അഗ്നിരഭ്യുവാദ സത്യകാമ ഉ ഇതി ഭഗവ ഇതി ഹ പ്രതിശുശ്രാവ. അഗ്നി അവനോട് പറഞ്ഞു, സത്യകാമ ഗുരു. അവൻ പറഞ്ഞു, ബ്രഹ്മണ സൗമ്യതേ പാദം ബ്രവാണീതി മേ ഭഗവാനീതി തസ്മൈ ഹോവാച. പൃഥിവീ കലാന്തരീക്ഷം കല ദ്യൗഃ കലാ സമുദ്രഃ കലൈഷ വൈ സൗമ്യ ചതുഷ്കല പാദോ ബ്രഹ്മണോടനന്തർവാൻ നാമ. ഞാൻ നിനക്ക് ബ്രഹ്മത്തിന്റെ ഒരു പാദത്തെ പറ്റി പറയാം, പറയൂ ഗുരു. അവരോട് അഗ്നി പറഞ്ഞു, 16-ൽ ഒന്ന് ഭൂമിയാണ്, 16-ൽ ഒന്ന് അന്തരീക്ഷം, 16-ൽ ഒന്ന് ആകാശമാണ്, 16-ൽ ഒന്ന് സമുദ്രമാണ്. ഇതാണ് ബ്രഹ്മത്തിന്റെ കാൽഭാഗം. 16-ൽ 4. അവസാനം ഇതാവണം. സ ഏതമേവം വിദ്വാംസ് ചതുഷ്കലം പാദം ബ്രഹ്മണോനന്ദവാനി ഉവാസ്തേ നന്ദവാനിസ്മി ലോകേ ഭവത്യനന്ദവദോഹ ലോകാൻ ജയതി യഃ ഏതമേവം വിദ്വാംസ് ചതുഷ്കലം പാദം ബ്രഹ്മണോനന്ദവാനി ഉപാസത്തെ. ഇതറിയുന്നവൻ ബ്രഹ്മത്തിന്റെ 16-ൽ 4-നെ പൂജിക്കുന്നു. അവസാനം ഇല്ലാത്തവനായി ഈ ലോകത്തിൽ ഭവിക്കുന്നു. അങ്ങനെ അവൻ അന്ത്യമില്ലാത്ത ലോകങ്ങളെ ജയിക്കുന്നു. അങ്ങനെ
അറിയുന്നതിലൂടെ ബ്രഹ്മത്തിന്റെ കാൽഭാഗത്തെ പൂജിക്കുന്നു. 16-ൽ 4 എന്ന് അന്ത്യമില്ലാത്തത് മനസ്സിലാക്കി പൂജിക്കുന്നു. സ്പിരിച്വൽ എവല്യൂഷന്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചാണ് ഛാന്തോക്യോപനിഷത്ത് പറയുന്നത്. അപ്പോൾ സത്യകാമ ആദ്യം പശുക്കളെ മേയ്ക്കാൻ പോയി, ഒരു കാള സംസാരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ഈ ലോകത്തിന്റെ കാണുന്ന യൂണിവേഴ്സിന്റെ ഒരു സിംഗുലാരിറ്റി എന്നുള്ള അർത്ഥത്തിലാണ് കാളയെ മനസ്സിലാക്കുന്നത്. ഭഗവാൻ ക്ഷേത്രജ്ഞൻ, ക്ഷേത്രം എന്നുള്ള പദം ഭഗവത്ഗീതയിൽ വരുന്നു. ക്ഷേത്രജ്ഞൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രവർത്തിക്കും? നോവർ ഉണ്ട്, നോൺ ഉണ്ട്, നോളജ് ഉണ്ട്. എക്സ്പെരിമെന്റ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പെരിമെന്റ് ഒബ്സർവർ എന്ന് സയൻസ് പറഞ്ഞു. ഒബ്സർവർ ആണ് ഈ ക്രിയേഷൻ എന്താണെന്ന് തീരുമാനിക്കുന്നത്. സയൻസും ഇത് കണ്ടെത്തിയിരിക്കുന്നു. ഒബ്സർവേഷനെ കളങ്കപ്പെടുത്തുന്നു, കളർ ചെയ്യുന്നു എന്നാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോൾ സബ്ജക്റ്റീവായിട്ടൊരു ബയാസും, there is nothing good or bad, it's thinking that makes you feel so എന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. ഒരു കളർ ബ്ലൈൻഡ് ആയ ഒരാൾക്ക് കളർ കാണാൻ സാധിക്കില്ല. കേൾക്കാൻ പറ്റാത്ത ആൾക്ക്, ചെവി പോയ ആൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശബ്ദം ഇല്ല എന്നർത്ഥമില്ല, അയാളുടെ ചെവിയിൽ അത് ശബ്ദം ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് കേൾക്കാൻ പറ്റാത്ത സൗണ്ട്സ് ഉണ്ട്, സൂപ്പർസോണിക് ശബ്ദങ്ങൾ, അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല. അതുകൊണ്ടാണ് ഷോപ്പൻഹോവർ എന്നുള്ള ഫിലോസഫർ പറഞ്ഞത്, കാട്ടിൽ ഒരു മരം വീഴാണെങ്കിൽ അത് കേൾക്കാൻ ചെവികളില്ലെങ്കിൽ അവിടെ വൈബ്രേഷൻ മാത്രമല്ല, ശബ്ദമില്ല. ഇപ്പൊ ഒബ്സർവേഷനെ തീരുമാനിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പൊ സയൻസ് കണ്ടെത്തിയിരിക്കുന്നു EPR പാരഡോക്സ്, ഐൻസ്റ്റീൻ പൊഡോൾസ്കി റോസൻ പാരഡോക്സ്. ഒബ്സർവർ ആണ് ഒബ്സർവേഷൻ തീരുമാനിക്കുന്നത് എന്താ പറയുക. ഒരു വസ്തു സ്ഥൂലമാണെന്ന് നിശ്ചയിക്കുന്നതിന് ഒബ്സർവറാണ്. അപ്പൊ ഏറ്റവും ചെറിയ വസ്തുക്കൾ, സൂക്ഷ്മമായിട്ടുള്ള വസ്തുക്കൾ, ആറ്റം, അത് ഒരു വൈബ്രേഷൻ ആണോ അല്ലെങ്കിൽ ഒരു സ്ഥൂലമായിട്ടുള്ള വസ്തുവാണോ തീരുമാനിക്കുന്ന ഒബ്സർവറാണ്. ഒബ്സർവർ ശ്രദ്ധിച്ചിട്ട് അത് പാർട്ടിക്കിളാക്കിയത് പാർട്ടിക്കിളായി മാറും. ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെയാണെന്ന് ഒബ്സർവർ തീരുമാനിച്ചത് ഇങ്ങനെ തന്നെയാണ്. ഞാൻ ജനിക്കും മരിക്കും തീരുമാനിച്ച് ഞാൻ ജനിക്കും മരിക്കും. ഇവിടെ ലോകം മുഴുവൻ ഈവിൾ ആണ് എന്ന് ചിന്തിച്ചത് ഈ ലോകം മുഴുവൻ ഈവിൾ ആണ്. യുദ്ധം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹയർ ഡയമെൻഷനിലേക്ക് വരുമ്പോൾ കാണുന്ന ലോകം വേറെയാണ്. നമ്മുടെ തന്നെ യാത്രയാണ്. അമ്മ കുട്ടിയെ കാണുന്ന പോലെ മറ്റുള്ളവർക്ക് തോന്നണം കുട്ടി എന്തൊരു വികൃതിയാണ്, എന്തൊക്കെയാ കാണിക്കുന്നത്. അമ്മയ്ക്ക് ഒരിക്കലും അമ്മ പറയും അവൻ കുട്ടിയാണ്, കാരണം അമ്മ വേറെ ലെവലിലൂടെയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ എവല്യൂഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്തെ നോക്കിയിട്ടാണ്. വേൾഡ് ഇസ് എ മിറർ എന്ന് ബാബുജി മഹാരാജ്, ലോകം മിററാണ്. അപ്പൊ നമ്മൾ ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ, ഡയറിയിൽ എഴുതുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ മിറർ എന്താണ്? ആ മിററാണ് നമ്മൾ ഇവിടെ സഹജമാർഗത്തില് നമ്മളെ സഹായിക്കുന്നത്, മാസ്റ്റർ എന്ന മിറർ. രണ്ട് മിററുണ്ട്, ഒന്ന് പ്രപഞ്ചം എന്ന മിറർ, മാസ്റ്റർ എന്ന മിറർ. മാസ്റ്റർ എന്ന മിററിലേക്ക് ഞാൻ നോക്കുന്നു, ഞാൻ എങ്ങനെയാണ് മാസ്റ്ററെ കാണുന്നത്, അതും റെക്കോർഡ് ചെയ്യണം. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ അതിലൂടെ മനസ്സിലാവുന്നു. ക്രമേണ ഈ മിററുകൾ മാറി മാറി വരും. ആരാ ട്രാൻസ്ഫോംഡ് ആവുന്നത്? ഞാനാണ്, ഒബ്സർവർ. ഞാനാണ് ഏറ്റവും പറഞ്ഞത്. ഉപനിഷത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരു മരത്തിൽ രണ്ട് പക്ഷികൾ, താഴെ ഇരിക്കുന്ന പക്ഷി ചിലപ്പോൾ കയ്പുള്ളത് കഴിക്കും, ചിലപ്പോൾ മധുരമുള്ളത് കഴിക്കും. കായ്കൾ, മധുരമുള്ള കായ്കൾ കഴിക്കുമ്പോൾ ആ കൊമ്പിൽ തന്നെ കറങ്ങി തിരിഞ്ഞു നിൽക്കും. കയ്പുള്ള കായ്കൾ കഴിക്കുമ്പോൾ മുകളിൽ കൊമ്പിൽ കുറച്ചുകൂടി മധുരമുള്ളത് ഉണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകും. അങ്ങനെ മുകളിലേക്ക് എത്തും. മുകളിൽ ഒരു പക്ഷി ഇരിക്കും ശാന്തമായിട്ട്, ഒരു കായ്കളും കഴിക്കാതെ ബ്ലിസ്സിലിരിക്കും. അപ്പൊ ഈ പക്ഷി എന്താ വിചാരിക്കുന്നത്, അവിടെയാണ് ഏറ്റവും സ്വാദുള്ള കായ, അങ്ങോട്ട് പോകാൻ. അവിടെ എത്തി ആ പക്ഷിയുടെ അടുത്തത് സ്വയം ഇല്ലാണ്ട് ഞാൻ തന്നെയാണ് പക്ഷി, ഒരു പക്ഷിയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. ഇതുപോലെ ഈ മിററുകൾ ഉപയോഗിച്ച് നമ്മൾ ഞാൻ ട്രാൻസ്ഫോം ആവും. ഞാൻ ശ്രദ്ധിക്കുന്നു ലോകത്തെ എങ്ങനെയാണ് കാണുന്നത്. ഇത് ഞാൻ എൻ്റെ ഗുരുനാഥനെ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് ഗുരുനാഥന്റെ ആ സ്റ്റേറ്റിലേക്ക് ഉയരാൻ ഞാൻ ശ്രമിക്കുന്നു. ആ ലഭിച്ച സ്റ്റേറ്റ് നമ്മൾ അപ്പൊ തന്നെ സ്നേഹമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു, ഇതിലേക്ക് എനിക്ക് അട്രാക്ഷൻ ഇല്ല. അപ്പൊ ഈ ഒബ്സർവേഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നു, ലോകം മാറിക്കൊണ്ടേയിരിക്കുന്നു. ചേഞ്ച് യുവർ സെൽഫ്, ബി ദ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു ബ്രിങ് ദിസ് വേൾഡ്. മഹാത്മാഗാന്ധിജിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഇതാണ് മഹാത്മാഗാന്ധിജി ശ്രമിച്ചിട്ടുള്ള കാര്യം. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷനാണ് ഛാന്തോക്യ ഉപനിഷത്തിൽ കാണുന്നത്. അപ്പോ പ്രപഞ്ചത്തിന്റെ രഹസ്യം
മനസ്സിലാക്കി. ഇപ്പൊ ഇത് ഒരു ദിവസത്തെ കഥ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതല്ല. ഒബ്സർവേഷനിലൂടെ സത്യകാമ ട്രാൻസ്ഫോംഡ് ആകും. അപ്പൊ അടുത്ത ലെവലിലേക്ക് കടക്കുകയാണ്. അതാണ് എനർജി. അഗ്നിയിലേക്ക് കടന്ന് അഗ്നിയിലേക്ക് തന്നെ നോക്കിയതാണ്, താഴേക്കല്ല നോക്കുന്നത്. എപ്പോഴും ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധിക്കണം. അപ്പോ അഗ്നി സത്യകാമനോട് സംസാരിച്ചു. നമ്മുടെ ഉള്ളില് പേഴ്സണാലിറ്റീസ് പുറമേ നിന്ന് നമ്മൾ സംസാരിക്കുന്നു എന്നുള്ള അനുഭവം ഉണ്ടാവും. നമ്മളൊരു ടോക്കിൽ ഡിസ്കസ് ചെയ്താണ്. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഓരോ വ്യക്തികളിലൂടെ നമുക്ക് കടന്നു. ശരിക്കും ആ പഠിപ്പിക്കേണ്ട ആള് എൻ്റെ ഉള്ളിൽ തന്നെയാണ്, പുറമേ പ്രകടമാവുന്നു എന്ന് മാത്രം. അതാണ് അഗ്നി സംസാരിക്കുന്നു പറയുന്നത്. ആ പ്രപഞ്ചം എന്നുള്ള ഈ ഭാഗം കടന്നു കഴിഞ്ഞാൽ നീ ബ്രഹ്മത്തിന്റെ ഒരു പാർട്ട് കടന്നു വന്നു. ഇനി നീ വേണ്ടത് അടുത്ത ലെവലിൽ കടന്നു പോകുന്നു. ഓരോ ലെവൽസ് ഓഫ് കോൺഷ്യസ്നസിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ പറയുന്നത്. അത് ഉൾക്കൊണ്ടവൻ പിന്നെ മരണത്തെ അതിജീവിക്കുന്നതാണ്. പക്ഷെ എപ്പോഴും ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരാൾ മരിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ലക്ഷ്യം തന്നെ അഗ്നിയില്ല, അഗ്നിയും അപ്പുറമുള്ള അഗ്നിയുടെ സ്രോതസ്സിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ മാസ്റ്ററിലേക്കാണ് ലക്ഷ്യം. അതാണ് സഹജമാർഗം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ താഴെയുള്ള ലക്ഷ്യങ്ങൾ നിന്നിട്ട് കാര്യമില്ല, അതൊക്കെ നമ്മളെ സ്റ്റാഗ്നേറ്റ് ചെയ്യും. മാസ്റ്റർ ലക്ഷ്യമാക്കി പോകും. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള അനുഭവങ്ങൾ കുടുങ്ങി പോകില്ല. നമ്മൾ അമരനാണ് എന്നുള്ള ബോധം. സ്നേഹം മരിക്കുന്നില്ല, അതുകൊണ്ട് ഞാനും മരിക്കുന്നു, ഞാൻ തന്നെയാണ് സ്നേഹം എന്ന് തിരിച്ചറിഞ്ഞ് യാത്ര തുടരാൻ സാധിക്കുന്നു. അതാണ് അമരത്വം എന്ന് പറയുന്നത്. മരിക്കുന്നില്ല എന്നുള്ള ബോധം എന്നതാണ് അമരത്വം. അല്ല മരിക്കില്ല എന്നുള്ളതല്ല. ഞാൻ മരിക്കുന്നില്ല എന്നുള്ള ബോധം എപ്പോഴും ഞാനുണ്ട്. പല സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രം. ഭഗവത്ഗീത വായിച്ചാൽ അറിയാം. ക്ഷേത്രജ്ഞൻ, ക്ഷേത്രം, പുരുഷൻ, പ്രകൃതി, അധിയജ്ഞൻ, അധിദൈവം, അധിഭൂതം, ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ. പക്ഷെ എപ്പോഴും ഞാൻ അവിടെ ഉണ്ട്. അതിനപ്പുറം എന്റെ പരംധാമം, ആ പരംധാമം എന്റെ തന്നെ പരംധാമം, എന്റെ അബ്സല്യൂട്ടായിട്ട് നേച്ചറാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഈ എവല്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്റെ പരിണാമം മനസ്സിലാക്കുന്നത് ഈ രണ്ട് ദിശയിലേക്ക് നോക്കുമ്പോഴാണ്. താഴേക്ക് ഞാൻ നോക്കുമ്പോൾ സെൽഫിഷ്നെസ്സിലൂടെയാണ് നോക്കുന്നത്, സെൽഫ്ലെസ്നെസ്സിലൂടെയാണ് നോക്കുന്നത്. മുകളിലേക്ക് നോക്കുമ്പോഴും ഇത് തന്നെ, ഞാൻ അതുപോലെ ആയിത്തീരുന്നുണ്ടോ. ഈ രണ്ട് വിങ്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. സഹജമാർഗത്തിൽ 2 wings of a bird എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബാലൻസ്ഡ് എക്സിസ്റ്റൻസ്. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷൻ അതിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.